പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. 28 ഡേയ്സ് മാജിക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിന്റെ 3-ാം ദിവസത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ മായ എം.ആർ, റിട്ടയർഡ് ടീച്ചർ, മൈൻഡ് കോച്ച് ആൻഡ് ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനർ. ഇന്നത്തെ പ്രാക്ടീസിലേക്ക് കടക്കുന്നതിന് മുൻപ് ഡേ 1, ഡേ 2 ഇവയും തീർച്ചയായും എല്ലാവരും പ്രാക്ടീസ് ചെയ്തിരിക്കുമെന്ന് കരുതുന്നു. ഡേ 1, ഡേ 2 വീഡിയോസ് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അതിനുശേഷം ഡേ 3 നമുക്ക് യാത്ര തുടരാം. ഈ വീഡിയോസ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും വീഡിയോസ് ലൈക്കും ഷെയറും ചെയ്യാനും ഒന്നും മറക്കരുതേ എന്ന് സ്നേഹപൂർവ്വം ഞാൻ പറയുകയാണ്. കാരണം ഈ വീഡിയോസ് നമ്മുടെ ചിട്ടയായ, ശാന്തമായ, പോസിറ്റീവായ ഒരു ജീവിത ശൈലിയിലേക്ക് അത് ആഗ്രഹിക്കുന്നവരെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയുള്ളതാണ്. തീർച്ചയായും എൻ്റെ ജീവിതത്തിൽ അത്തരത്തിലൊരു മൈൻഡ്ഫുൾനെസ് ലൈഫ് ഉണ്ടാക്കുന്നതിന് എനിക്ക് കഴിഞ്ഞു എന്നത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഈ പ്രാക്ടീസ് ദിവസവും നിങ്ങളോടൊപ്പം ഞാനും ചെയ്തു വരുന്നുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ തത്വങ്ങളിൽ അധിഷ്ഠിതമായ ഈ പ്രാക്ടീസസ് നിരന്തരം സ്ഥിരതയോടെ ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതിനാൽ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് ഇന്നത്തെ, അതായത് ഡേ 3 ടോപ്പിക്കിലേക്ക് വരാം. ഡേ 3 എന്നത് മാജിക്കൽ റിലേഷൻഷിപ്പ് എന്നതാണ്. നമ്മുടെ ബന്ധങ്ങൾക്ക് ജീവിതത്തിൽ വലിയ സ്ഥാനമാണുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഈ ലോകത്ത് നമ്മൾ മാത്രമാണുള്ളതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആരോടും ബന്ധപ്പെടാതെയും സഹകരിക്കാതെയും ഒക്കെയാണ് ജീവിക്കുന്നതെങ്കിൽ, നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സുഖമോ സന്തോഷമോ ഉണ്ടാകുമോ? നമ്മൾ നമുക്ക് ചുറ്റുമുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും നെഗറ്റീവുകളും മാത്രമാണ് കാണുന്നതെങ്കിൽ, അതുമാത്രം മറ്റുള്ളവരോട് പറഞ്ഞു നടന്നാൽ വീണ്ടും വീണ്ടും അവരിൽ നമുക്ക് അത് മാത്രമേ ദർശിക്കാൻ കഴിയൂ. പകരം എല്ലാ മനുഷ്യരും പൂർണ്ണരല്ല എന്നും എല്ലാവർക്കും നല്ലതും ചീത്തയുമായ സ്വഭാവവിശേഷങ്ങൾ ഉണ്ടെന്നും മനസ്സിലാക്കി, ആ നല്ല വശങ്ങൾ വഴി അവർ നമ്മളിലും മറ്റുള്ളവരിലും ഒക്കെ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും ഒക്കെ തിരിച്ചറിഞ്ഞ് അവർ ചെയ്ത നന്മകളെ നന്ദിയോടെ ഓർക്കാൻ തുടങ്ങുമ്പോൾ അവരിൽ നിന്നും കൂടുതൽ കൂടുതൽ നന്മകൾ നമുക്ക് കാണാൻ കഴിയുന്നു എന്നത് പ്രപഞ്ച ശക്തിയുടെ ഒരു ഇടപെടൽ ഉള്ളതിനാലാണ്. അത്തരത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ തിയറിയിലൂടെ നമ്മൾ ഡേ 3 പ്രാക്ടീസിലേക്ക് കടക്കുമ്പോൾ, നമുക്കുള്ള വ്യക്തി ബന്ധങ്ങളിൽ ഏതൊരു ബന്ധത്തിനാണോ അല്പമെങ്കിലും ഒരു വിള്ളൽ വന്നിട്ടുള്ളത്, ആ ബന്ധങ്ങൾ ശക്തമാക്കുന്നതിനും, അങ്ങനെ ഒരു വിള്ളൽ ഇല്ലെങ്കിൽ പോലും എല്ലാ ബന്ധങ്ങളും ശക്തമായും പോസിറ്റീവായും ഇരിക്കാൻ നമുക്ക് ഈ ദിവസത്തെ മാജിക്കൽ റിലേഷൻഷിപ്പ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഈ ദിവസം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ പ്രധാനപ്പെട്ട ചില വ്യക്തികളെ തിരഞ്ഞെടുത്ത് അവരുടെ പേരുകളും അവർ നമ്മളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും അവർ നമുക്ക് നൽകിയ സഹായങ്ങൾ, അനുഗ്രഹങ്ങൾ ഇവയും ഒക്കെ ഓർമ്മിച്ചെടുക്കാം. ഇനി ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടതായ പ്രാക്ടീസിൽ ആദ്യം, കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞതുപോലെ രാവിലെ തന്നെ നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൽ 10 കാര്യങ്ങൾക്ക് നന്ദി എഴുതുക. രണ്ടാമതായി, നിങ്ങൾ ഓർത്തെടുത്ത, നിങ്ങളെ സ്വാധീനിച്ച, സഹായിച്ച, സ്നേഹിച്ച വ്യക്തികളിൽ ഏറ്റവും മുൻഗണന നൽകാവുന്ന 3 or 5 പേരുകൾ തിരഞ്ഞെടുക്കുക. പറ്റുമെങ്കിൽ അവരുടെ ചിത്രങ്ങളും കൂടി കരുതി വെക്കുക. അത് അച്ഛൻ, അമ്മ, ജീവിത പങ്കാളി, മക്കൾ, സുഹൃത്തുക്കൾ ആരുമാകാം. ഓരോരുത്തരോടും നന്ദി പറയുകയും അതിൻ്റെ കാരണം കൂടി പറയുകയും ചെയ്തുകൊണ്ട് ആ ഫോട്ടോയിൽ നോക്കി അവർ ചെയ്ത കാര്യങ്ങളെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ജേണലിൽ എഴുതുക. ഉദാഹരണം, താങ്ക് യു അമ്മ ഫോർ ഓൾവേസ് ലവിങ് മീ അൺകണ്ടീഷണലി. എന്നോടുള്ള നിരുപാധിക സ്നേഹത്തിന് നന്ദി അമ്മേ, നന്ദി. മറ്റൊന്ന്, താങ്ക് യു പപ്പ ഫോർ ടീച്ചിങ് മീ ടു ബി സ്ട്രോങ്. എന്നെ വളരെ ശക്തയാകാൻ പഠിപ്പിച്ചതിന് നന്ദി പപ്പ. ഇങ്ങനെ നമുക്ക് എഴുതാം. മൂന്നാമതായി, ഓരോരുത്തരുടെയും ചിത്രത്തിൽ നോക്കി അല്ലെങ്കിൽ മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് ആ പേരുകൾ ഓരോന്നായി പറഞ്ഞ് താങ്ക് യു, താങ്ക് യു, താങ്ക് യു എന്ന് 3 തവണ
ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഫീൽ ചെയ്ത് നന്ദി പറയുക. ഈ താങ്ക് യു അല്ലെങ്കിൽ നന്ദി എന്ന വാക്കിന് അത്രയും പവറുണ്ട്. വളരെ പവർഫുള്ളായ ഒന്നാണ് താങ്ക് യു. ആ ദിവസത്തിൽ മുഴുവൻ ഇവരിൽ ആരെയെങ്കിലും കാണുകയോ ഓർക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴെല്ലാം ഈ നന്ദി നിങ്ങൾക്ക് മനസ്സിൽ പറയാം. താങ്ക് യു എന്ന ഈ പവർഫുൾ വേർഡ് ഒരു വ്യക്തിയുടെ പേരിൽ ഉപയോഗിക്കും തോറും ആ വ്യക്തിയുമായുള്ള നിങ്ങളുടെ ബന്ധത്തിന്റെ ഊഷ്മളത വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പോസിറ്റീവ് വൈബ്രേഷനിലേക്ക് ആ റിലേഷൻഷിപ്പ് ഉയർന്നുകൊണ്ടേയിരിക്കും എന്നതാണ് ലോ ഓഫ് അട്രാക്ഷൻ തിയറി. ലോ ഓഫ് അട്രാക്ഷനിൽ നമ്മൾ എപ്പോഴും നിർമ്മലമായ നിഷ്കളങ്കമായ മനസ്സോടെ വിശ്വാസത്തോടെ പ്രാക്ടീസസ് ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതിനനുസരിച്ചുള്ള റിസൾട്ട് ലഭിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഇന്നത്തെ അഫർമേഷൻ ഇനി പറയുന്നു. അഫർമേഷൻ എന്നാൽ നമുക്കറിയാം, ദൃഢപ്രതിജ്ഞാവാചകങ്ങൾ നടന്നു കഴിഞ്ഞതായി വിഷ്വലൈസ് ചെയ്തുകൊണ്ട് പറയുന്നതാണ്. ഇന്നത്തെ അഫർമേഷൻ ഇതാണ്. ഇത് നിങ്ങൾ ഇന്ന് മുഴുവൻ സമയവും ഓർക്കുമ്പോഴെല്ലാം പറയുക. എൻ്റെ ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങൾക്കും ഞാൻ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി പറയുന്നു. എല്ലാ ബന്ധങ്ങളും എനിക്ക് സ്നേഹവും സന്തോഷവും പാഠങ്ങളും അനുഗ്രഹങ്ങളുമാണ്. ഏവർക്കും നന്ദി, നന്ദി, നന്ദി. ഈ ദിനം മുഴുവൻ ഓർക്കേണ്ടത് ഇനി ഞാൻ പറയുന്നു. ബന്ധങ്ങളിലെ പോസിറ്റീവ് കാര്യങ്ങൾ ഓർക്കുക, നന്ദിയുള്ള കാര്യങ്ങൾ ഓർക്കുക. അതായത് നിങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ വ്യക്തികൾക്കും നാം ഉൾപ്പെടെ ധാരാളം നെഗറ്റീവ് വശങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഈ ദിവസം അവ ബോധപൂർവം മറന്നുകൊണ്ട് തന്നെ അവരുടെ നല്ല വശങ്ങൾ, പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയും അതിൽ ഫോക്കസ് ചെയ്യുകയും അതിന് നന്ദി പറയുകയും ചെയ്യുമ്പോൾ അവർ കൂടുതൽ പോസിറ്റീവ് കാര്യങ്ങൾ ഉള്ളവരായി തീരുകയും നല്ല അനുഭവങ്ങൾ നമുക്ക് തരുന്നവരായി മാറുകയും ചെയ്യുന്നത് ക്രമേണ നമുക്ക് അനുഭവപ്പെടും. ഉറപ്പാണിത്. ഇതാണ് ലോ ഓഫ് അട്രാക്ഷന്റെ മാജിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇവ ദയവായി ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ആൾ. താങ്ക് യു യൂണിവേഴ്സ്.